ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു തലശ്ശേരിക്കാരി ആയതുകൊണ്ട് തന്നെ ഇന്നൊരു തലശ്ശേരി ബിരിയാണി വീഡിയോ ആണെന്ന് വിചാരിച്ചു. സോ നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുന്നതിലൂടെ ബിരിയാണീൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ ഈ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കും കുറച്ച് സമയത്തേക്ക്. സോ ആ ടൈമിനുള്ളിൽ നമുക്ക് നമ്മൾ ഉള്ളി എടുത്തിട്ട് ഇപ്പോൾ ഒരു കിലോ അരിക്കാണെങ്കിൽ ഒരു 4 to 6 നമുക്ക് ഉള്ളി എടുക്കാം. ഉള്ളീൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഒരു 2 തക്കാളി എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാനിൻ്റെ അകത്ത് ഓയിലെടുത്ത് അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഈ ഉള്ളി മൊത്തം ഞാൻ ഇതിൻ്റെ അകത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു മെത്തേഡാണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെയല്ലാണ്ട് ഒരു 4 ഉള്ളി മാത്രം എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ട് ബാക്കി ഉള്ളി നമുക്ക് മസാലേൻ്റെ കൂടെ മാത്രം എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടും ഈക്വലി എടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. എല്ലാം ഓരോരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഈ സെയിം എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു ലൈറ്റായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്, കാരണം എനിക്ക് യൂഷ്വലി പൊരിച്ച ചിക്കനാണ് ഇഷ്ടം. അതിനുശേഷം കുറച്ച് എണ്ണ മാറ്റി വെച്ച് എത്രയാണോ നമുക്ക് വേണ്ടത് അതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊരിച്ച ചിക്കൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇനി കുറച്ച് ഉപ്പ്, പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് മാത്രം മതി. ഇനി ഈ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കും. അപ്പം തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടാൽ മതി. തക്കാളീൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് അന്നേരം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തക്കാളീൻ്റെ എണ്ണം കുറക്കാം. നന്നായിട്ട് വെന്ത് വരുന്നാൽ ഈ ഒരു പരുവത്തിലാവും. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിന ഇല ഉണ്ടെങ്കിൽ പുതിന ഇലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിൽ വെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ്, അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കൊരു ബ്രൗൺ കളർ ഇട്ടണം. ബ്രൗൺ കളർ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുക. ഇനി അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഓയിലിട്ടിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെക്ക് നമ്മൾ ഉള്ളി, ഇപ്പം കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ വെള്ളം കളയണം. ആ വെള്ളം കളഞ്ഞ റൈസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അളവെടുക്കാൻ. അത് നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഈ ഒരു ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മൂടി വെച്ച് ഒരു 7 മിനിറ്റ്സിൽ റൈസ് ആയി കിട്ടും. അതിനുശേഷം റൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കോരിയിട്ട് വേണം അവിടത്തേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ എടുത്തിട്ട് അവിടെയും കൂടി ചിക്കൻ വെച്ചതിന് ശേഷം മേലെ ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ലെയറിൽ ചിക്കനും ഒരു ലെയറിൽ റൈസും വരുന്ന രീതിയിലിട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി വിതറി കൊടുക്കുക. ഇനി ഫൈനലി നമ്മൾ ഇതിലേക്ക് 2 ലെയർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ എന്തെങ്കിലും ഉള്ളിയും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെയാണ് ഇത്. ആക്ച്വലി വീട്ടിലാകുന്നേരം നമുക്കിങ്ങനെ ദമ്മിടാനും ആ ഒരു പ്രോസസ്സ് നമ്മൾ മൈദയൊക്കെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിയും ബെറ്ററായിട്ട് എനിക്കിത് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ നമ്മൾ ആ ബിരിയാണി റെഡി ആയിരിക്കുന്നു. ഞാൻ വീക്ക്ലി വൺസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.